വെൽക്കം ടു JLVS ലേണിംഗ് ക്ലാസ് റൂം. PSC പരീക്ഷകൾക്ക് സഹായകമാകുന്ന 50 കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. നോക്കാം. വനിതാ ഏഷ്യ കപ്പ് 2024 വേദി ശ്രീലങ്ക. കേരള ബാങ്കിൻ്റെ പുതിയ CEO ജോർട്ടി എം ചാക്കോ. MK അർജുനൻ പുരസ്കാരം 2024 അർഹനായത് ജെറി അമൽദേവ്. 2023 സരസ്വതി സമ്മാൻ ലഭിച്ചത് ആർക്ക്? പ്രഭാവർമ്മ. 6ാമത് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് 2023 വേദി തമിഴ്നാട്. 2024 ഖേലോ ഇന്ത്യ വിൻ്റർ ഗെയിംസിൻ്റെ ഭാഗ്യചിഹ്നം ഏത്? ഹിമപ്പുലി. ഡിജിഡോഗ എന്ന റോബോട്ടിക് പട്ടിയെ അവതരിപ്പിച്ചത് ഏത് രാജ്യമാണ്? അമേരിക്ക. പ്രൊഫസർ MK സാനു പുരസ്കാരം 2024 ലഭിച്ചത് MD വാസുദേവൻ നായർ. കേരളത്തിൽ നിന്നും ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിതാ താരം മിന്നു മണി. ഇന്ത്യൻ വ്യോമസേനയുടെ പതാകയിൽ ഇടം പിടിച്ച പക്ഷി ഹിമാലയൻ പരുന്ത്. ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ എപ്പിഗ്രഫി മ്യൂസിയം നിലവിൽ വന്നത് ഹൈദരാബാദ്. 2024 തണ്ണീർത്തട ദിനത്തിൻ്റെ പ്രമേയം എന്ത്? തണ്ണീർത്തടവും മനുഷ്യക്ഷേമവും. ലോകാരോഗ്യ ദിനം 2024 പ്രമേയം എന്താണ്? എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം. 2024 G7 ഉച്ചകോടിയുടെ വേദി ഇറ്റലി. കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ്റെ നിലവിലെ ചെയർമാൻ ശ്രീ BS മാവോജി. 71ാമത് മിസ് വേൾഡ് മത്സരത്തിന് വേദിയായ രാജ്യം ഇന്ത്യ. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് PT ഉഷ. ഏത് സംസ്ഥാനത്തിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ലിക്വിഡ് മിറർ ടെലിസ്കോപ്പ് സ്ഥാപിച്ചിട്ടുള്ളത്? ഉത്തരാഖണ്ഡ്. അയ്യൻകാളി സമര തൊഴിലുറപ്പ് പദ്ധതിയുടെ ദിവസവേതനം എത്ര രൂപയാണ് വർദ്ധിപ്പിച്ചത്? 22 രൂപ. ഇന്ത്യയുടെ സഹായത്തോടെ മംഗലാദച്ചു ജലവൈദ്യുത പദ്ധതി സ്ഥാപിതമായ രാജ്യം ഭൂട്ടാൻ. നാരീശക്തി വന്ദൻ അധിനിയം ബില്ലിൽ രാഷ്ട്രപതി ഒപ്പുവെച്ചത് 2023 സെപ്റ്റംബർ 28. കേരളത്തിലെ ആദ്യ കൂൺ ഗ്രാമം നന്ദിയോട്. രാജ്യത്തെ ജില്ലാ പഞ്ചായത്ത് തലത്തിൽ കാർബൺ ന്യൂട്രൽ റിപ്പോർട്ട് പുറത്തിറക്കിയ ആദ്യ ജില്ല വയനാട്. കേരളത്തിലെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അധ്യാപിക ഐറിസ്. ഇന്ത്യയിലെ പ്രഥമ ഫ്രഞ്ച് ഫിലിം ഫെസ്റ്റിവലിന് വേദിയാകുന്ന നഗരം കൊൽക്കത്ത. PSLVയുടെ 60ാമത് ദൗത്യമായ PSLV C-58 വിക്ഷേപിച്ച തീയതി 2024 ജനുവരി 1. 2024 ഫെബ്രുവരിയിൽ സംസ്ഥാനത്തെ വില്ലേജ് ഓഫീസുകളിൽ വിജിലൻസ് നടത്തിയ പരിശോധന ഓപ്പറേഷൻ സുതാര്യ. പോളവാരം ജലസേചന പദ്ധതി നിലവിൽ വരുന്ന സംസ്ഥാനം ആന്ധ്രാപ്രദേശ്. വാധവൻ തുറമുഖ പദ്ധതി നിലവിൽ വരുന്ന സംസ്ഥാനം മഹാരാഷ്ട്ര. ലോകാരോഗ്യ സംഘടന വയോജന സൗഹൃദ നഗരമായി പ്രഖ്യാപിച്ച ദക്ഷിണേഷ്യയിലെ ആദ്യ നഗരം കൊച്ചി. ട്രെയിനുകളുടെ കൂട്ടിയിടി ഒഴിവാക്കാൻ റെയിൽവേ ആവിഷ്കരിച്ച സംവിധാനം കവച്. വായുമലിനീകരണം നിയന്ത്രിക്കുന്നതിനായി 2020 ഏപ്രിൽ മുതൽ ഇന്ത്യയിൽ നടപ്പിലാക്കിയ എമിഷൻ സ്റ്റാൻഡേർഡ് ഏതാണ്? BS6. രാജ്യത്തെ ആദ്യ സ്കിൽ ഇന്ത്യ സെൻറ്റർ നിലവിൽ വരുന്നത് ഒഡീഷ. 2024 ബ്രിക്സ് ഉച്ചകോടിക്ക് അധ്യക്ഷ പദവി വഹിക്കുന്ന രാജ്യം റഷ്യ. 2024 വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള രാജ്യം ഫിൻലാൻഡ്. 16ാമത് കേന്ദ്ര ധനകാര്യ കമ്മീഷൻ്റെ ചെയർമാൻ ആരാണ്? ഡോക്ടർ അരവിന്ദ് പനഗരിയ. ഇന്ത്യയിൽ ആദ്യമായി ജില്ലാതല ആൻറ്റിബയോഗ്രാം പുറത്തിറക്കിയ സംസ്ഥാനം കേരളം. 2024 ഫെബ്രുവരിയിൽ വയനാട്ടിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം സസ്യഫംഗസ് ഗോംബസ് സാമൂരിനോറം. 2023 ലോക വനിതാ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ മെഡൽ പട്ടികയിൽ 1ാമതെത്തിയത് ഇന്ത്യ. യുദ്ധക്കപ്പലായ INS കൃപാൻ ഇന്ത്യ കൈമാറിയത് ഏത് രാജ്യത്തിനാണ്? വിയറ്റ്നാം. ഇന്ത്യയിലെ 54ാമത് ടൈഗർ റിസർവായ ധോൽപൂർ കരൗലി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം രാജസ്ഥാൻ. ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ മീഡിയ സാക്ഷരതാ മണ്ഡലം തളിപ്പറമ്പ്. സ്വകാര്യ കമ്പനിക്കായി ISRO നിർമ്മിക്കുന്ന ആദ്യ ഉപഗ്രഹം GSAT-24. 2024 ഫെബ്രുവരിയിൽ വിക്ഷേപിച്ച ഇന്ത്യയുടെ കാലാവസ്ഥാ നിരീക്ഷണ ഉപഗ്രഹം INSAT-3DS.
2023 മെയ്യിൽ ഇന്ത്യ വിക്ഷേപിച്ച ഗതിനിർണയ ഉപഗ്രഹം NVS-1. 2024 ISRO വിക്ഷേപിച്ച ആദ്യ ഉപഗ്രഹം എക്സ്പോസാറ്റ്. സൂര്യനെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി ഇന്ത്യ ആരംഭിച്ച ആദ്യ ബഹിരാകാശ ദൗത്യം ആദിത്യ L1 മിഷൻ. പൂർണ്ണമായും വനിതകൾ നിർമ്മിച്ച കേരളത്തിലെ ആദ്യ ഉപഗ്രഹം വിസാറ്റ്. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യ ആളില്ലാ വിമാനം ദൃഷ്ടി 10 സ്റ്റാർലൈനർ. ഇന്ത്യയിലെ ആദ്യ വ്യോമസേനാ പൈതൃക കേന്ദ്രം ഛത്തീസ്ഗഡ്.